ചാപ്റ്റർ 1 ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ്. ഈ പാഠത്തെക്കുറിച്ച് നമ്മൾ ആദ്യം ചർച്ച ചെയ്യുമ്പോൾ കാണുന്ന ടോപ്പിക്കാണ് ഇലക്ട്രിക് ചാർജ്. അതായത് നമ്മൾ ക്യാപിറ്റൽ ക്യൂ അല്ലെങ്കിൽ സ്മോൾ ക്യൂ എന്ന ലെറ്റർ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡെഫിനിഷൻ നോക്കാം. ഇറ്റ് ഈസ് ദ ഇൻഹെറൻറ്റ് ഓർ ഇൻട്രിൻസിക് പ്രോപ്പർട്ടി ഓഫ് മാറ്റർ. മാറ്ററിൻ്റെ ഇൻഹെറൻറ്റ് അല്ലെങ്കിൽ ഇൻട്രിൻസിക് പ്രോപ്പർട്ടിയാണ് എന്ത് ഇലക്ട്രിക് ചാർജ് എന്ന് പറയുന്നത്. ഇൻഹെറൻറ്റ് എന്നൊക്കെ പറയുമ്പോൾ അന്തർലീനം എന്നൊക്കെ വേണം അതിനർത്ഥം വരിക. So it is the inherent or intrinsic property of matter and is known as electric charge, denoted by capital Q or small q. നമുക്ക് അതിൻ്റെ യൂണിറ്റ് പഠിക്കണം. ഇറ്റ്സ് യൂണിറ്റ് ഈസ് കൂളോം. ഇനി നമുക്ക് ഈ പഠിച്ച ഇലക്ട്രിക് ചാർജിനകത്ത് certain പ്രോപ്പർട്ടീസ് ഉണ്ട്. നമ്മൾ അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് 4 പോയിൻ്റാണ് നമ്മൾ പഠിക്കുന്നത്. ഫസ്റ്റ് വൺ ഈസ് അഡിക്റ്റിവിറ്റി, സെക്കൻഡ് വൺ ഈസ് കൺസർവേഷൻ ഓഫ് ചാർജസ്, third one is quantization of charge, and fourth one is charge can neither be negative or positive. അപ്പോൾ നമ്മൾ ഇലക്ട്രിക് ചാർജ് എന്ന് പറഞ്ഞാൽ എന്താണ് പഠിച്ചത്? ഇലക്ട്രിക് ചാർജ് ഈസ് ദ ഇൻട്രിൻസിക് ഓർ ഇൻഹെറൻറ്റ് പ്രോപ്പർട്ടി ഓഫ് മാറ്റർ ആണ് ഇലക്ട്രിക് ചാർജ് എന്ന് പറയുന്നത്. ആ ഇലക്ട്രിക് ചാർജിനുള്ള യൂണിറ്റ് എന്താണ്? കൂളോംബാണ്. നമ്മൾ എന്ത് ലെറ്റർ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്? സി എന്ന ലെറ്റർ കൊണ്ടാണ് നമ്മൾ ഇലക്ട്രിക് ചാർജിനെ കൂളമ്പിനെ ഡിനോട്ട് ചെയ്യുന്നത്. ഇലക്ട്രിക് ചാർജിനെ ഡിനോട്ട് ചെയ്യുന്നത് ഒന്നുകിൽ ക്യാപിറ്റൽ ക്യൂ അല്ലെങ്കിൽ സ്മോൾ ക്യൂ എന്ന ലെറ്റേഴ്സ് കൊണ്ടാണ്. ഇനി നമുക്ക് ഇതിൻ്റെ പ്രോപ്പർട്ടീസിലേക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് അഡിക്റ്റിവിറ്റി. നമ്മൾ സിസ്റ്റത്തിനകത്ത് കുറച്ച് ചാർജസ് കീപ്പ് ചെയ്യുന്നു. പ്ലസ് ക്യൂ, മൈനസ് ക്യൂ, പ്ലസ് 2Q ചാർജസ് കീപ്പ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ആ സിസ്റ്റത്തിൻ്റെ ടോട്ടൽ ചാർജ് എടുക്കുകയാണെങ്കിൽ ഈ വെച്ചിരിക്കുന്ന ഈ ഓരോ സ്ഥലത്ത് ലൊക്കേറ്റ് ചെയ്യുന്ന ഈ ചാർജുകളുടെ സമ്മായിരിക്കും അതിൻ്റെ ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് അഡിക്റ്റിവിറ്റി. സെക്കൻഡ് വൺ ഈസ് കൺസർവേഷൻ ഓഫ് ചാർജസ്. നമ്മൾ കൺസർവേഷൻ ഓഫ് മാസ് ഒക്കെ കഴിഞ്ഞ വർഷങ്ങളിൽ പഠിച്ചതാണ്. അതിന് സിമിലർ തന്നെയാണ് എന്താണ് ഈ കൺസർവേഷൻ ഓഫ് ചാർജസ്. കൺസർവേഷൻ ഓഫ് ചാർജസ് സ്റ്റേറ്റ്സ് ദാറ്റ് ചാർജ് ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയ്ഡ് ബട്ട് ക്യാൻ ട്രാൻസ്ഫർ ഫ്രം വൺ മീഡിയം ടു അനദർ മീഡിയം. അപ്പോൾ അഡിക്റ്റിവിറ്റി എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലായി, കൂട്ടി പോകുന്നതാണ്. ചാർജുകൾ കൂട്ടി വെക്കുന്നതാണ് അതിൻ്റെ ടോട്ടൽ സം ഓഫ് ദ സിസ്റ്റം. രണ്ടാമത് കൺസർവേഷൻ ഓഫ് ചാർജ് പഠിച്ചു. എന്താണ്? ചാർജ് ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയ്ഡ്. പിന്നെന്താ? ഇറ്റ് ക്യാൻ ബി ട്രാൻസ്ഫർഡ് ഫ്രം വൺ മീഡിയം ടു അനദർ. ഇനി ക്വാണ്ടിസേഷൻ ഓഫ് ചാർജ് എന്തുവാന്ന് നോക്കാം. Q ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് എൻ ഇ എന്നൊരു ഇക്വേഷൻ നമ്മൾ ഇതിനകത്ത് പഠിക്കണം. അതായത് അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെയാണ്: ചാർജ് ഓൺ എ ബോഡി ഈസ് ഓൾവേസ് ആൻ ഇൻറ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് ദ ബേസിക് യൂണിറ്റ് ചാർജ്. അത് ബേസിക് യൂണിറ്റ് ചാർജാണ് ഇ. അതിൻ്റെ ഇൻറ്റഗ്രൽ മൾട്ടിപ്പിൾ ആയിരിക്കും എപ്പോഴും എന്തുവാ? ചാർജ് ഓൺ എ ബോഡി എന്ന് പറഞ്ഞാൽ ഇൻറ്റഗ്രൽ മൾട്ടിപ്പിൾ ആയിരിക്കും. ഓക്കെ, അതാണ് ക്വാണ്ടിസേഷൻ ഓഫ് ചാർജ്. നമ്മളതിനകത്ത് ഇയുടെ വാല്യൂ പഠിക്കണം. ഇ ഈസ് ഈക്വൽ ടു 1.602 × 10⁻⁻19 കൂളമ്പാണ്. ഇനി ഫോർത്ത് പ്രോപ്പർട്ടിയാണ് ചാർജ് ക്യാൻ നെയ്തർ ബി നെഗറ്റീവ് ഓർ പോസിറ്റീവ്. അതായത് അൺലൈക്ക് ചാർജ് എന്ത് ചെയ്യും? അട്രാക്റ്റ് ചെയ്യും. ലൈക്ക് ചാർജ് റിപ്പൽ ചെയ്യും. അത് നമ്മൾ മാഗ്നറ്റിനകത്ത് പഠിക്കുന്ന പ്രോപ്പർട്ടി കൂടെ അതിൻ്റെ സെയിം പ്രോപ്പർട്ടിയാണ്. ചാർജ് ക്യാൻ നെയ്തർ ബി നെഗറ്റീവ് ഓർ പോസിറ്റീവ്. അപ്പോൾ നമ്മൾ 4 പ്രോപ്പർട്ടീസ് പഠിച്ചു. അഡിക്റ്റിവിറ്റി, കൺസർവേഷൻ ഓഫ് ചാർജസ്, പിന്നെന്താണ്? ക്വാണ്ടിസേഷൻ ഓഫ് ചാർജ്, ചാർജ് ക്യാൻ നെയ്തർ ബി നെഗറ്റീവ് ഓർ പോസിറ്റീവ്. ഇനി നമ്മൾ കുറച്ച് മെത്തേഡ്സ് ഓഫ് ചാർജിങ് ആണ് പഠിക്കുന്നത്. ഫസ്റ്റ് വൺ ഈസ് കണ്ടക്ഷൻ. മെത്തേഡുകളിൽ ഒന്നാണ് കണ്ടക്ഷൻ. അൺചാർജ്ഡ് ബോഡി ക്യാൻ ബി ചാർജ്ഡ് ബൈ ഫിസിക്കൽ കോണ്ടാക്ട് വിത്ത് അനദർ ബോഡി. അതായത് കണ്ടക്ഷൻ എന്ന് പറയുമ്പോൾ ഒരു അൺചാർജ്ഡ് ആയിട്ടുള്ള ബോഡി നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ്? ഒരു ചാർജുള്ള ബോഡി ആ അൺചാർജ്ഡ് ബോഡിയുടെ അടുത്തേക്ക് ഫിസിക്കലായിട്ട് കോണ്ടാക്ട് ചെയ്യുക. അപ്പോൾ ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്? അതിനകത്ത് ചാർജുകൾ തമ്മിൽ എന്ത് ചെയ്യും? ഷെയറിങ് ഓഫ് ചാർജ് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. അത് ഡിപ്പെൻഡ് ചെയ്യുന്ന കുറച്ച് ഫാക്ടേഴ്സാണ്: സൈസ്, ഷേപ്പ്, നേച്ചർ. ഈ 2 വസ്തുക്കൾക്ക് ഇത് സെയിം ആണെങ്കിൽ ചാർജ് എന്ത് ചെയ്യും? തമ്മിൽ the charges would be equally distributed among them. So methods of charging ഫസ്റ്റ് പഠിച്ചതാണ് കണ്ടക്ഷൻ. സെക്കൻഡ് ഈസ് ഫ്രിക്ഷൻ. ഫ്രിക്ഷൻ എന്താണ്? ഫിസിക്കൽ കോണ്ടാക്ട് മൂലമാണ് സംഭവിക്കുന്നത്. ഡ്യൂറിങ് റബ്ബിംഗ് the thermal energy generated will remove electron from one, acquire positive charge, and then the other recollected these electron acquire negative charge.
റബ്ബ് ചെയ്യുന്ന സമയത്ത് തെർമൽ എനർജി അവിടെ ഉണ്ടാവും. അപ്പോൾ എന്തു ചെയ്യും, ഈ ഒരു വസ്തു അതിനകത്ത് ഇലക്ട്രോണിനെ റിമൂവ് ചെയ്തിട്ട് പോസിറ്റീവ് ചാർജ് അറ്റൈൻ ചെയ്യും. മറ്റേ വസ്തു എന്ത് ചെയ്യും, ആ ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്തിട്ട് നെഗറ്റീവ് ചാർജായിട്ട് മാറും. അതിന് തമ്മിൽ എന്തായിരിക്കും, ഡിഫറെൻറ്റ് ചാർജസ് ആയിരിക്കും രണ്ട് ബോഡിയിലുള്ളത്. സോ ദ സെക്കൻഡ് മെത്തേഡ് ഓഫ് ചാർജിങ് ഈസ് ഫ്രിക്ഷൻ. ഫസ്റ്റ് ഈസ് കണ്ടക്ഷൻ, സെക്കൻഡ് വൺ ഈസ് ഫ്രിക്ഷൻ. ഈ രണ്ടിനകത്ത് കോമൺ ആയിട്ടെന്ന് പറഞ്ഞാൽ ഇവ തമ്മിൽ എന്തായിരിക്കും, ഫിസിക്കൽ കോണ്ടാക്റ്റ് മൂലമായിരിക്കും ഇത് രണ്ടും സംഭവിക്കുന്നത്. ഈ സ്ക്രീനിൽ കാണുന്ന ഡെഫിനിഷൻ നമുക്ക് ഒന്നുകൂടെ വായിക്കാം, കാരണം ഇത് പരീക്ഷിക്കുക വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോർഷനാണ് മെത്തേഡ്സ് ഓഫ് ചാർജിങ് എന്ന് പറയുന്നത്. This is possible by the physical contact, and during rubbing the thermal energy generator will remove electron from one which acquires positive charge, and the other recollected these electron acquire negative charge. അപ്പോൾ എന്ത് ചെയ്യും, ഈ റിമൂവ് ആയിട്ടുള്ള ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്ത് എന്തായി മാറും, നെഗറ്റീവ് ചാർജ് ആയിട്ടുള്ളൊരു വസ്തുവായിട്ട് മാറും. അപ്പം നമ്മളിതുവരെ രണ്ട് മെത്തേഡ്സ് ഓഫ് ചാർജിങ് ആണ് നമ്മൾ ചർച്ച ചെയ്തത്. ഫസ്റ്റ് വൺ ഈസ് കണ്ടക്ഷൻ ആൻഡ് സെക്കൻഡ് വൺ ഈസ് ഫ്രിക്ഷൻ. കണ്ടക്ഷൻ എന്ന് പറയുന്നത് എന്തുവാണ്, അൺചാർജ്ഡ് ബോഡി ക്യാൻ ബി ചാർജ്ഡ് ബൈ physical contact with another charged body. This is possibly by sharing of charges. And friction is during rubbing the thermal energy generated will remove electron from one acquires positive charge. The next method of charging is induction. Induction പറയുന്നത് ഇങ്ങനെയാണ്, charge on a body induces charge on another body. ഒരു ബോഡിയിലെ ചാർജ് മറ്റൊരു ബോഡിയിലേക്ക് ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്നു. എങ്ങനെയാണ്, ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൽ ഫിസിക്കൽ കോണ്ടാക്റ്റ് പാടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. നോ ഫിസിക്കൽ കോണ്ടാക്റ്റ് ആൻഡ് ഇറ്റ് ഷുഡ് ബി എ കണ്ടക്ടർ. അതൊരു കണ്ടക്ടർ ആയിരിക്കണം ആ ഒബ്ജക്റ്റ്. ദസ് ഇറ്റ് ഈസ് കോൾഡ് ഇൻഡക്ഷൻ. ഇൻഡക്ഷൻ ദ മെത്തേഡ് ഓഫ് ചാർജിങ് എ ബോഡി. അപ്പം ചാർജ് ഓൺ എ ബോഡി induces charge on another body, no physical contact, should be a conductor. ഇനി അടുത്തൊരു മെത്തേഡാണ് എർത്തിങ്. നമ്മളെല്ലാം കേട്ടുള്ളൊരു കാര്യമാണ് എർത്തിങ്. അതായത് കണ്ടക്ഷൻ ഓഫ് ഇലക്ട്രോൺസ് ടു ദ സർഫസ് ഓഫ് എർത്ത് ബൈ കണ്ടക്റ്റിംഗ് വയേഴ്സ്. കണ്ടക്റ്റിംഗ് വയേഴ്സ് കൊണ്ടിട്ട് ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ഇലക്ട്രോൺസിനെ എർത്തിൻ്റെ സർഫസിലേക്ക് കണ്ടക്ട് ചെയ്യുന്ന ആ പ്രോസസ്സിനെയാണ് നമ്മൾ എർത്തിങ് എന്ന് പറയുന്നത്. നമ്മളെല്ലാവരും കേട്ടുള്ള കാര്യം, ചെറുപ്പം കൊണ്ട് കണ്ടുള്ളതാണ് ഈ എർത്തിങ് ഒക്കെ. അപ്പം ഈ ഇലക്ട്രോൺസിനെ എന്ത് ചെയ്യും, ഭൂമിയുടെ സർഫസിലേക്ക് കണ്ടക്ട് ചെയ്യുന്ന ആ പ്രോസസ്സിനെയാണ്